മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് CSR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മിനറൽ ആൻഡ് മെറ്റീരിയൽ ടെക്നോളജിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. നോട്ടിഫിക്കേഷൻ്റെ മറ്റ് വിവരങ്ങളിലേക്ക് നോക്കാം. ഇതിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന ഡേറ്റ് 23/3/2026 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 21/4/2026. നിലവിൽ 7 പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. URന് 4 വേക്കൻസി, STക്ക് 2 വേക്കൻസി, EWSന് 1 വേക്കൻസി. ഇവിടെ SCക്കും OBCക്കും പ്രത്യേകം വേക്കൻസികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനർത്ഥം അവർക്ക് വേക്കൻസി ഇല്ല എന്നല്ല, അവർക്ക് ഈ പറയുന്ന ജനറൽ കാറ്റഗറിയിലുള്ള URൻ്റെ കാറ്റഗറി വേക്കൻസിയിലേക്ക് മത്സരിക്കാൻ സാധിക്കും. നിലവിൽ 18 വയസ്സിന് 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പേ ലെവൽ വന്നിട്ട് 18,000 രൂപ മുതൽ 56,900 രൂപ വരെയാണ്. ഇതിൽ മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ചേരുമ്പോൾ വളരെ മികച്ചൊരു സാലറി ആയിരിക്കും നമുക്കിവിടെ ലഭിക്കുക. എസെൻഷ്യലായിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനാണ്. കൂടാതെ +2 ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ +2 പറയുന്നുണ്ട്. ഇതിലെ ജോബ് വന്നിട്ട് ഓഫീസ് ജോബാണ്. അതുകൊണ്ടാണ് ഫിസിക്കൽ ഇല്ല എന്ന് പറയുന്നത്. വുമൺ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും ഒരുപോലെ അപ്ലൈ ചെയ്യാനും സാധിക്കുന്നത്. ഇവിടെ ഏജ് റിലാക്സേഷൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും PWBD ഡിസബിലിറ്റി ഡിഗ്രി 40%, അതിൽ കൂടുതലുള്ളവർക്ക് 10% പറയുന്നത്. സാധാരണ പറയുന്ന പോലെ SCക്കും ഏജ് റിലാക്സേഷൻ ഇല്ല, അതുപോലെ തന്നെ OBCക്കും ഏജ് റിലാക്സേഷൻ ഇല്ല. കാരണം SCയും OBCയും ജനറൽ കാറ്റഗറിയിലേക്കുള്ള വേക്കൻസിയിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. അവർക്ക് പ്രത്യേക വേക്കൻസി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ വേക്കൻസി പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ മുഖേനയാണ്. www.immt.res.in അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് സ്കാൻഡ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കൂടാതെ ഈ അപ്ലോഡ് ചെയ്ത സെയിം 8 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കോപ്പീസ് ഓഫ് ഫോട്ടോഗ്രാഫ് നമ്മളെ കയ്യിൽ വെച്ചിരിക്കണം. അത് പിന്നീട് ആവശ്യമുണ്ടായിട്ട് വരും. പ്രത്യേകം ശ്രദ്ധിക്കണം, അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഒരു നോൺ റീഫണ്ടബിൾ 500 രൂപ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ 500 രൂപയിൽ വുമൺ കാൻഡിഡേറ്റിന്, SC കാൻഡിഡേറ്റിന്, ST കാൻഡിഡേറ്റിന്, PWD കാൻഡിഡേറ്റിന്, അതുപോലെ തന്നെ എക്സ് സർവീസ്മാന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. മറ്റുള്ള എല്ലാ കാൻഡിഡേറ്റിനും 500 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് കൊടുക്കണം. ഈ 500 രൂപ നോൺ റീഫണ്ടബിൾ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇനി എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ OMR ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുള്ള എക്സാം ആയിരിക്കും. എക്സാമിൻ്റെ സ്റ്റാൻഡേർഡ് 10ാം ക്ലാസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സാമിൻ്റെ ടൈം 2 മണിക്കൂറാണ്. അതിൽ വരുന്ന സബ്ജക്റ്റ് ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജുകളാണ്. അതിൽ ജനറൽ ഇൻ്റലിജൻസ് 25 ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ്, ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചാണ് ലഭിക്കുക. അതുപോലെ തന്നെ ഓരോ തെറ്റുത്തരത്തിനും 1 നെഗറ്റീവ് മാർക്ക് വെച്ച് കിട്ടുന്നതാണ്. ഈ നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായി മറക്കാതെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ നൽകിയിരിക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വിശദമായ വിവരങ്ങൾ നോക്കി അപ്ലൈ ചെയ്യുക. കൂടാതെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഡെയിലി ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുകയും കൂടെ ചെയ്തിരിക്കുക. Thank you.